സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ സമരത്തോടുള്ള സർക്കാർ സമീപനത്തിൽ സിപിഎം പാർട്ടി കോൺഗ്രസിൽ വിമർശനം. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ഒരു സമരത്തോട് ഇങ്ങനെയല്ല ഇടതു സർക്കാർ പ്രതികരിക്കേണ്ടതെന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. കരട് രാഷ്ട്രീയ പ്രമേയത്തിലുള്ള ചർച്ചയിലാണ് കേരള സർക്കാരിനുള്ള കുറ്റപ്പെടുത്തൽ. AK സ്റ്റെഫിൻ പാർട്ടി കോൺഗ്രസ് സമ്മേളന നഗരിയിൽ നിന്നും ചേരുകയാണ്. സ്റ്റെഫിൻ, നിലവിൽ സംസ്ഥാനത്ത് തന്നെ വലിയ തോതിൽ സർക്കാർ പ്രതിരോധത്തിലാകുന്ന വിഷയമാണ്. അവിടെയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ പാർട്ടി കോൺഗ്രസിൽ ഈ ഒരു വിഷയം ഉയർത്തപ്പെടുന്നത്. ഏതു തരത്തിലാണ് CPM കേരള ഘടകത്തിനെതിരെ, സർക്കാരിനെതിരെ ആന്ധ്രയിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്? എന്താണ് പറയുന്നത്? പക്ഷേ ഏതായാലും ഇതുവരെ പ്രതിപക്ഷവും അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്തും ഇത് വലിയ തോതിൽ ചർച്ചയായി. അവരെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെ വലിയ തോതിൽ വിമർശിക്കുന്നു എങ്കിൽ പോലും ഇത് പാർട്ടി കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇതൊരു ദേശീയ വിഷയമായി തന്നെ മാറുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം ഒരു തിരുത്തലിന് വേണ്ടിയാണ് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതെന്ന് ആവർത്തിച്ച് CPM പറയുമ്പോഴാണ് ഇത്തരത്തിൽ അതീവ ഗൗരവകരമായ ഒരു കുറ്റപ്പെടുത്തൽ പാർട്ടി കോൺഗ്രസിൽ ഉയരുന്നത്. പ്രത്യേകിച്ചും ആന്ധ്രയിൽ നിന്നുള്ള D രാംദേവി എന്ന പ്രതിനിധിയാണ് ഈ വിമർശനം ഉന്നയിച്ചത്. അതിന് മറുപടിയായിട്ട് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള TN സീമ അതിന് കൃത്യമായി തന്നെ മറുപടി നൽകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പ്രത്യേകിച്ചും പറയുന്നത് കേരള സർക്കാരാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ മാനദണ്ഡങ്ങൾ മാറ്റേണ്ടത് കേന്ദ്രത്തിന്റെ കാര്യമാണ്, അല്ലെങ്കിൽ കേന്ദ്രമാണ് അതിന് ഇടപെടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു മറുപടിയായി കേരളത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള TN സീമ ഉന്നയിച്ചു. ഏതായാലും പാർട്ടി കോൺഗ്രസിലും ഈ കാര്യങ്ങൾ സജീവ ചർച്ചയാകുന്നു. പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളും ചർച്ചകൾ ഉയരുമ്പോൾ 2 മാസമായി സെക്രട്ടേറിയറ്റിന്റെ നടയിൽ തുടരുന്ന സമരത്തിന് എതിരെ ഒരു വിമർശനം ഉണ്ടാകുന്നുണ്ട്. അത് ഇടത് സർക്കാരിന് ചേരുന്നതല്ല, അതൊരു നയമാറ്റത്തിന്റെ സൂചനകളാണ് അതിൽ ഉണ്ടാകുന്നത് എന്ന അടക്കമുള്ള വിമർശനങ്ങൾ വരുന്നു. പ്രത്യേകിച്ചും ഇന്നലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ ബൃന്ദാക്കാരായിട്ട് വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ ഇത് അതീവ ഗൗരവതരമായ വിഷയമാണ്. രാജ്യത്താകമാനം ആശാപ്രവർത്തകർ ചൂഷണത്തിന് ഇരകളാകുകയാണ് എന്ന് പറയുമ്പോഴും ആ സമരത്തെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ അത് പൊതു ചർച്ചയിലേക്ക് വരുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ തന്നെയുള്ള രൂക്ഷ വിമർശനമായി മാറുന്നു എന്നുള്ളതാണ് ഏറെ എടുത്തു കാണുന്നത്. സ്റ്റെഫിൻ, ഇവിടെ TN സീമ മറുപടി നൽകി എന്ന് പറയുമ്പോഴും സ്റ്റെഫിൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം മന്ത്രിയൊക്കെ പറഞ്ഞ അതേ മറുപടിയാണ്. അതൊരു സാങ്കേതികത്വമാണ്. ആ സാങ്കേതികത്വത്തിന് അപ്പുറത്തേക്കാണ് ഇവിടെ ഉയർന്നു വന്ന വിമർശനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു സ്ത്രീകളുടെ സമരമാണ്. ആ സമരത്തിന് നേരെ ഇടതു സർക്കാർ നയിക്കുന്ന ഭരണകൂടം ഈ തരത്തിലുള്ള നിലപാടല്ല സ്വീകരിക്കേണ്ടതെന്ന് പറയുന്നത് അതൊരു നയമാണ്, ഒരു പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. മറ്റേത് സാങ്കേതികത്വമാണ്. അപ്പോൾ ഈ പറഞ്ഞ മറുപടി ഉന്നയിച്ച ആരോപണത്തിന് അല്ലെങ്കിൽ വിമർശനത്തിന് മതിയാകുന്നതായിരുന്നു. ഏതായാലും ആ തരത്തിലുള്ള മറുപടിയാണ് ഇന്ന് കേരളത്തിലെ പ്രതിനിധികൾ, പ്രത്യേകിച്ചും TN സീമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇനി ഏതായാലും അതിന് മറുപടി ഈ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ, ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള മറുപടി ഇനി ഏതായാലും വരേണ്ടതുണ്ട്. അതിലൊരു പക്ഷേ എന്താണ് CPM ഈ കാര്യത്തിൽ എടുക്കുന്ന നയമെന്ന് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അതിരൂക്ഷമായ വിമർശനം ഈ ആശാ സമരത്തിന് നേരെ, അല്ലെങ്കിൽ അത് ഒത്തുതീർപ്പാക്കാൻ കഴിയാത്ത സർക്കാരിന് എതിരെ ഉയരുന്നു എന്നുള്ളതാണ് ഏറെ എടുത്തു കാണേണ്ട വിഷയം. അതോടൊപ്പം തന്നെ പല തലത്തിൽ ഒരു പ്രമേയം പാസ്സാക്കുന്നു. കേന്ദ്രം ഇങ്ങനെ സാമ്പത്തികമായി പോലും സംസ്ഥാനത്തെ ഞെരുക്കുമ്പോൾ രാജ്യത്തുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ കേരളത്തെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി കൂടുതലായി ഈ കേരള മോഡൽ ഉയർത്തി കാണിക്കണം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അതിനിടയിൽ കൂടിയാണ് കേരളത്തിന് തന്നെ നാണക്കേടാകുന്ന ഇത്തരത്തിലൊരു വിമർശനം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത എടുത്തു കാണേണ്ടത്. ശരി, AK സ്റ്റെഫിനാണ് പാർട്ടി കോൺഗ്രസ് നഗരിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.